18 വയസ്സ് തോന്നും. അവൾ ഞങ്ങൾക്ക് മുൻപിൽ ഒരു വിൽപ്പന വസ്തു പോലെ നിൽക്കുകയാണ്. ഭയവും കുറ്റബോധവും കൊണ്ട് ശിരസ് കുനിച്ച് ഒരു മിനിറ്റിനുള്ളിൽ ഞങ്ങളോട് പുറത്തിറങ്ങാൻ പറഞ്ഞു. പണം കൊണ്ട് കരാർ ഉറപ്പിക്കണം. ഞങ്ങൾ പുറത്തിറങ്ങിയ ഉടൻ ആ മുറി വീണ്ടും താഴോട്ട് കൂട്ടി വീണ്ടും കാര്യങ്ങൾ സംസാരിക്കാൻ റിസപ്ഷനിലേക്ക്. കച്ചവടം ഉറപ്പിക്കുന്ന ഹോട്ടൽ ഉടമയുടെ കൈവിരലിൽ കറങ്ങുന്നത് നമ്മൾ മുൻപ് കണ്ട പെൺകുട്ടിയെ പൂട്ടിയിട്ട മുറിയുടെ താക്കോലാണ്. അല്ല, ആ പെൺകുട്ടിയുടെ മാനത്തിന്റെ താക്കോൽ. അല്പം കഴിഞ്ഞെത്താം എന്നറിയിച്ച് ഞങ്ങൾ വേഗം പുറത്തിറങ്ങി. വീണ്ടും നഗരത്തിലെത്തി ഓട്ടോറിക്ഷ ഡ്രൈവർമാരോട് തിരക്കിയപ്പോൾ ബാംഗ്ലൂർ റൂട്ടിൽ ഹൈവേയുടെ അരികത്തായുള്ള ധാബകളിൽ ഇത് സുലഭമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കി. അടുത്ത യാത്ര ബാംഗ്ലൂർ ഹൈവേയിലൂടെ. ഹൈവേയുടെ വശത്ത് കണ്ട ഒരു ഓപ്പൺ റെസ്റ്റോറന്റിൽ ഞങ്ങൾ കയറി. ധാബയുടെ മുൻപിൽ ഒരു കൂട്ടം ആളുകൾ ക്രിക്കറ്റ് കളിക്കുന്നു. ഭക്ഷണമുണ്ടോ എന്ന ചോദ്യത്തിന് ഇല്ല എന്ന മറുപടി. സ്ഥലം മാറിപ്പോയെന്ന് കരുതി തിരികെ വണ്ടിയിൽ കയറാനൊരുങ്ങിയ ഞങ്ങളോട് ധാബയിൽ നിന്നിറങ്ങി വന്ന ഒരാൾ എന്താ വേണ്ടതെന്ന് ചോദിച്ചു. ആവശ്യം പറഞ്ഞ് ഞങ്ങളോട് ഉള്ളിൽ റെസ്റ്റോറന്റിൽ കയറിയിരിക്കാൻ അയാൾ പറഞ്ഞു. നിരവധി ക്യാബിനുകളുള്ള മനോഹരമായ ഒരു റെസ്റ്റോറന്റ്. പക്ഷേ പെൺകുട്ടികൾക്ക് വേണ്ടി 1-2 ആളുകൾ മാത്രം. അവരെ നിരീക്ഷിക്കാൻ ഗുണ്ടകളെ പോലെ കുറെ ചെറുപ്പക്കാർ. മലയാളി പെൺകുട്ടികളെ വേണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു. 10 മിനിറ്റ് കാത്തിരിക്കാൻ ഞങ്ങൾക്ക് നിർദ്ദേശം കിട്ടി. പുറത്ത് ഇപ്പോൾ കുട്ടികൾ എത്തുമെന്ന് മനസ്സിലാക്കിയ ഞങ്ങൾ വണ്ടിയിലുണ്ടായിരുന്ന ക്യാമറ ഓൺ ചെയ്തു. 10 മിനിറ്റിനുള്ളിൽ ധാബയിൽ നിന്നും പുറപ്പെട്ട 3 ബൈക്കുകളും തിരിച്ചെത്തി. 3ലും ഓരോ പെൺകുട്ടികൾ. കോളേജിൽ നിന്നും ബാഗും തൂക്കി വന്ന 3 മലയാളി പെൺകുട്ടികളെയും അവർ ഞങ്ങൾക്ക് മുൻപിലേക്ക് കൊണ്ടുവന്നു. സംഗതി പന്തിയല്ലെന്ന് ബോധ്യപ്പെട്ട ഞങ്ങൾ ഇവരെ വേണ്ട എന്നറിയിച്ച് അവിടെ നിന്നും ഇറങ്ങി. നഗരത്തിലെ മറ്റൊരു ലോഡ്ജിലും ഞങ്ങൾ പൂട്ടിയിട്ട മറ്റൊരു മലയാളി പെൺകുട്ടിയെ കണ്ടെത്തി. പൂജ എന്ന് പരിചയപ്പെടുത്തിയ ആ കുട്ടിയോട് ഞങ്ങൾ സംസാരിച്ചു. പാലക്കാട് സ്വദേശിനിയായ അവൾ കെണിയിലകപ്പെട്ടതാണെന്നും അവിടെ പൂട്ടിയിടപ്പെട്ടിട്ട് നാളുകളായെന്നും ഇനി രക്ഷപ്പെടാൻ കഴിയില്ലെന്നും നിറകണ്ണുകളോടെ ഞങ്ങളോട് പറഞ്ഞു. തിരികെ റിസപ്ഷനിലെത്തിയ ഞങ്ങൾ കണ്ടത് സത്യാഗ്രഹപൂർവ്വം സന്ധ്യാജപം നടത്തുന്ന ഹോട്ടൽ ഉടമയാണ്. പെൺകുട്ടികളുടെ മാനം വിറ്റ് പണമുണ്ടാക്കുന്നവർ ദൈവങ്ങളോട് പറയുന്നത് എന്തായിരിക്കും? പിന്നീട് അംഗീകൃത ഗൈഡ് എന്ന് അവകാശപ്പെട്ട ഒരാൾ മലയാളികളായ കോളേജ് വിദ്യാർത്ഥിനികളെ സംഘടിപ്പിച്ചു തരാമെന്ന് പറഞ്ഞ് ഞങ്ങളുടെ വണ്ടിയിൽ കയറി. ഞങ്ങളുടെ നീക്കത്തിൽ സംശയം തോന്നിയ അയാൾ യാത്രക്കിടയിൽ തന്ത്രപരമായി ഞങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറി. അന്യസംസ്ഥാനത്ത് പോലീസിന്റെ ഒത്താശയിൽ നടക്കുന്ന ഒരു ക്രൂരകൃത്യത്തിനു മുൻപിൽ ഞങ്ങൾ നിസ്സഹായരായി. മൊബൈലിലെടുത്ത ഒരു ഫോട്ടോ ഉപയോഗിച്ചാണ് മിക്കവാറും കുട്ടികളും ഇക്കൂട്ടരുടെ വലയിൽപ്പെടുന്നത്. പകലന്തിയോളം പണിയെടുത്ത് കിട്ടുന്ന തുച്ഛമായ കൂലിയിൽ നിന്നും മിച്ചം വെച്ച് മക്കളുടെ ഉന്നത വിദ്യാഭ്യാസം സ്വപ്നം കാണുന്ന മാതാപിതാക്കൾ ജാഗ്രത പുലർത്തുക. മൈസൂരിലെയും ബംഗളൂരുവിലെയും അടച്ചിട്ട ഹോട്ടൽ മുറികൾക്കുള്ളിൽ നിങ്ങളുടെ മക്കളും ഉണ്ടാകുമോ? ചിലരുടെ ഭീഷണിയിലും ബ്ലാക്ക് മെയിലിലും പെട്ട് കോളേജുകളിൽ നിന്ന് ഏതു നിമിഷവും ഹോട്ടൽ മുറികളിലേക്ക് ഇറങ്ങിപ്പോകുന്നവരിൽ നിങ്ങളുടെ കുട്ടികളും ഉണ്ടാകുമോ? ഞങ്ങൾ കണ്ടെത്തിയവരിൽ ചതിവലയിൽ അകപ്പെട്ടവർ മാത്രമല്ല, അന്യസംസ്ഥാനത്ത് ജീവിതം ആർഭാടപൂർണ്ണമാക്കാൻ സന്തോഷത്തോടെ സെക്സ് റാക്കറ്റുകൾക്കൊപ്പം കോളേജുകളിൽ നിന്നും ഹോസ്റ്റലുകളിൽ നിന്നും ഇറങ്ങിപ്പോകുന്ന മലയാളി പെൺകുട്ടികളുമുണ്ടെന്ന തിരിച്ചറിവ് ഞങ്ങളെ അത്ഭുതപ്പെടുത്തി. മൈസൂരിൽ മലയാളി വിദ്യാർത്ഥിനികളെ സെക്സ് റാക്കറ്റ് ചതിവലയിൽപ്പെടുന്നതിനെ കുറിച്ച്
എന്റെ വാർത്തയിലൂടെ സിറ്റിസൺ ജേർണലിസ്റ്റ് സരിൻ തോമസ് പുറത്തുകൊണ്ടുവന്ന ഈ റിപ്പോർട്ട് കേരളത്തെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു. ഈ പ്രശ്നത്തിനെതിരെ രംഗത്ത് വരുമെന്ന് SFI, DYFI, യുവമോർച്ച തുടങ്ങിയ സംഘടനകൾ എന്റെ വാർത്തയെ അറിയിച്ചു. കർണാടകയിലെ BJP സർക്കാരുമായി ബന്ധപ്പെട്ട് ശക്തമായ നടപടികൾക്ക് നീക്കം നടത്തുന്നതായി യുവമോർച്ച കേരള സംസ്ഥാന പ്രസിഡന്റ് PV രാഗേഷും കർണാടക സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രതാപും ഞങ്ങളെ അറിയിച്ചു. ഈ പ്രശ്നത്തിൽ കൺവെൻഷൻ നടത്തുമെന്നും കേരളത്തിൽ ശക്തമായ ബോധവൽക്കരണം നടത്തുമെന്നും SFI സംസ്ഥാന പ്രസിഡന്റ് KV സുമേഷ് അറിയിച്ചു. ഒപ്പം ഒട്ടേറെ രക്ഷകർത്താക്കളും സാമൂഹ്യ സാംസ്കാരിക സംഘടനകളും ഈ പ്രശ്നത്തിൽ നടപടി ആവശ്യപ്പെട്ട് കേരള കർണാടക സർക്കാരുകൾക്ക് കത്തെഴുതുമെന്നും ഞങ്ങളെ അറിയിച്ചിട്ടുണ്ട്. നിങ്ങൾക്കുമാവാം ഒരു സിറ്റിസൺ ജേർണലിസ്റ്റ്, ഒരല്പം സാമൂഹിക പ്രതിബദ്ധതയും നെഞ്ചുറപ്പുമുണ്ടെങ്കിൽ എല്ലാ പിന്തുണയും ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഇന്ന് തന്നെ ഞങ്ങൾക്ക് എഴുതുക. ഞങ്ങളുടെ വിലാസം: പ്രൊഡ്യൂസർ, എന്റെ വാർത്ത, അമൃത TV, ഗാന്ധിനഗർ, വഴുതക്കാട്, തിരുവനന്തപുരം 14. ഓരോ സിറ്റിസൺ റിപ്പോർട്ടും സമൂഹത്തിന് നേരെ പിടിക്കുന്ന കണ്ണാടിയാണ്. ആ കണ്ണാടിയിൽ പ്രതിഫലിക്കുന്ന ദൃശ്യങ്ങൾ ചിലപ്പോൾ ഞെട്ടിച്ചേക്കാം, മറ്റു ചിലപ്പോൾ ആവേശം കൊള്ളിച്ചേക്കാം. അതുമല്ലെങ്കിൽ സമൂഹത്തിലെ അപജയങ്ങളെ കുറിച്ച് ലജ്ജ തോന്നിപ്പിച്ചേക്കാം. കാരണം ഓരോ സിറ്റിസൺ റിപ്പോർട്ടും അത്രയേറെ സത്യസന്ധമാണ്. എന്നും കാണാം അടുത്ത ആഴ്ച. UAE Exchange എന്റെ വാർത്ത UAE Exchange unusual brilliance, nice bearings black from Saffron Stykes. സ്വാതന്ത്ര്യദിന പ്രത്യേക പരിപാടികൾ സമർപ്പിക്കുന്നത് വേൾഡ്സ് ഫേവറേറ്റ് ജുവലർ ഇൻ അസോസിയേഷൻ വിത്ത് കൊച്ചി, തൃശൂർ, പാലക്കാട്, ഇപ്പോൾ കോഴിക്കോട്. ഇനി മകളുടെ മന്ത്ലി